മുരളീധരൻ അങ്ങയെപ്പറ്റി നിരന്തരം ഒരു സാംസ്കാരിക യോജിക്കാത്ത പരാമർശങ്ങൾ നടത്തുകയാണ്. എന്താണ്? ഇന്നലെ കേരള നിയമസഭയിലും ഇതേ രീതിയിലുള്ള ഒരു പരാമർശം കെ മുരളീധരൻ നടത്തുകയുണ്ടായി. അതിനോടാണ് ഞാൻ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചത്. അപ്പോൾ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട അതീവ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയം പ്രതിപക്ഷം കേരള നിയമസഭയിൽ ഉന്നയിക്കുകയുണ്ടായി. അതിന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി പ്രതിപക്ഷം ഉന്നയിച്ച അവതരണാനുമതി നിഷേധിക്കുകയുണ്ടായി. അവതരണാനുമതി തേടിക്കൊണ്ട് സംസാരിച്ച സമയത്ത് പ്രതിപക്ഷം ഉന്നയിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതോടൊപ്പം മുൻ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ഒക്കെ അതുപോലെ ശ്രീ കെ രാജൻ ഒക്കെ ഉന്നയിച്ച വിഷയങ്ങൾ, പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളോട് കൃത്യമായ മറുപടി നൽകാൻ കെ മുരളീധരന് കഴിഞ്ഞില്ല. അപ്പോൾ കൃത്യമായ മറുപടി നൽകാതെ ഈ പറഞ്ഞതുപോലെ ഒരു പരാമർശം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ പരാമർശത്തോട് ഞാൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പരാമർശങ്ങൾ മന്ത്രിയായിരിക്കുമ്പോൾ ആ വ്യക്തിപരമായ അധിക്ഷേപങ്ങളൊക്കെ നടത്തിയ വ്യക്തികളിൽ ഒരാളാണ്. അന്ന് മന്ത്രി സ്ഥാനത്തായിരുന്നതുകൊണ്ടുകൂടി മൗനം പാലിച്ചു. പക്ഷെ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ പകർച്ചപ്പനി വളരെ വ്യാപകമാകുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ നിസ്സാരമായ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു രീതി. ഇപ്പോൾ ആദ്യം എന്താണ് പ്രതിപക്ഷം പറഞ്ഞത്? നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പ്രതിരോധിക്കാം, അല്ലേ? ഒറ്റക്കെട്ടായിട്ട് എല്ലാവിധമായിട്ടുള്ള പിന്തുണയും മനസ്സോടെ ഒറ്റക്കെട്ടായി നിപ്പ വന്നപ്പോൾ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. ഒറ്റക്കെട്ടായി കേരളത്തിന് പ്രതിരോധം തീർക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത്. അപകടകരമാണ്, അത്യന്തം അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനോടുള്ള പ്രതികരണത്തിൽ ഡേറ്റ സഹിതം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതോടൊപ്പം കെ മുരളീധരൻ്റെ ഉത്തരവാദിത്തം മറക്കണ്ട. വിടുവായത്തം നിർത്തിയിട്ട് കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ 30 ദിവസത്തിനുള്ളിൽ 87 പേർ ഇന്നലെ മരണപ്പെട്ടൊരു സാഹചര്യത്തിൽ, പനി ബാധിച്ച് മരിച്ചൊരു സാഹചര്യത്തിൽ വകുപ്പിനെ ഏകോപനത്തോടെ നയിച്ചുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റണം. ഈ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനോട് കെ മുരളീധരൻ നടത്തിയൊരു പരാമർശം, ആ പരാമർശം വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വയം ബോധ്യമില്ലായ്മയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹ്യ കാഴ്ചപ്പാട്, കെ മുരളീധരൻ്റെ സാമൂഹ്യ കാഴ്ചപ്പാടും സാംസ്കാരിക ഒരവസ്ഥയിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിലും പറയാം. കാരണം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ ഇട്ടൊരു വ്യക്തിയാണ് കെ മുരളീധരൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ചരിത്രത്തിൽ തന്നെ ചരിത്രം സൃഷ്ടിച്ച ആളാണ്. മന്ത്രിയായതിനു ശേഷം ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ തോൽവി നേരിട്ട ആൾ ആരാണെന്ന് ചോദിച്ചാൽ കെ മുരളീധരനാണെന്ന് എന്നാണ് ഉത്തരം. അത് നമ്മൾ പറയുന്നില്ലല്ലോ. അതോടൊപ്പം ഇപ്പോൾ തിരുവനന്തപുരം മുതൽ അങ്ങ് വയനാട് വരെ പല മത്സരങ്ങൾ, പല തെരഞ്ഞെടുപ്പുകൾ, പല നിയമസഭാ മണ്ഡലങ്ങൾ നിന്ന് പരാജയപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം കെ മുരളീധരൻ എന്നുള്ളതാണ്. അതുപോലെ നേമത്തും തൃശ്ശൂരും ഒക്കെ തോറ്റ് ഡബിൾ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പിനെ അന്നത്തെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്നെയും വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും നീതിരഹിതമായി അന്യായമായി ആക്ഷേപിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, കെ മുരളീധരൻ നടത്തിയ പരാമർശങ്ങൾ സംബന്ധിച്ചു അത് നമ്മൾ ആ നിലയിൽ പറയുന്നില്ലല്ലോ, ആ നിലയിൽ നമ്മൾ പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു തവണയല്ല, 100 തവണയല്ല, 1000 തവണ പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. കേരളം പകർച്ചപ്പനിയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ഏത് പനിയാണ് എന്നുള്ളത് പോലും ചിലരുടെ കേസുകളിൽ കണ്ടെത്താത്ത സാഹചര്യമാണ് ഉള്ളത്. അത് ഡെങ്കിപ്പനിയാണോ, അത് എലിപ്പനിയാണോ, അതല്ല അത് കോവിഡാണോ എന്ന് ഏത് പനിയാണ് എന്നുള്ളത് തിരിച്ചറിയപ്പെടുന്നില്ല. ഇനി അതല്ല ഷിഗല്ലയാണോ എന്നുള്ളത് പോലും ചില കേസുകളിൽ കണ്ടെത്താത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അത് അത്യന്തം അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിസ്സാരമായി കാര്യങ്ങളെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഉചിതമായിട്ടുള്ളൊരു കാര്യമല്ല. ജനങ്ങളുടെ ആശങ്ക അകറ്റിക്കൊണ്ട് വളരെ ശക്തമായി വകുപ്പ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതിലേ തന്നെ മുന്നോട്ട് പോകണം. അതെ, ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഷിഗല്ല മൂലം മരണം കൂടുന്നു. കൂടുതൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട്. എന്ത് നടപടിയാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്? ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് എന്ത് ഇഫക്റ്റീവ് മെഷറാണ് സ്വീകരിച്ചിട്ടുള്ളത്? അപ്പോൾ
അതുമൂലമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നു. ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അത് മന്ത്രി ഒരു കാര്യം പറയുന്നു, ഓഫീസേഴ്സ് മറ്റൊരു കാര്യം പറയുന്നു. അപ്പോൾ വകുപ്പിലൊരു അരാജകത്വമുണ്ട് എന്നുള്ള നിലയിലാണ് പൊതുസമൂഹത്തിൽ ഏകോപനമില്ലായ്മ പുറത്തേക്ക് നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് പൊതുസമൂഹത്തിന് അങ്ങനെയാണ് തോന്നുക. അപ്പോൾ അത് തീർച്ചയായിട്ടും പറയുക തന്നെ ചെയ്യും. ഈ നേമത്തും തൃശ്ശൂരും പരാജയപ്പെട്ടിട്ടും മുരളീധരനാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് വിമർശിക്കാൻ പ്രതിപക്ഷത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മുരളീധരൻ ഇപ്പോൾ ഭരണപക്ഷമായി മാറുമ്പോൾ തോറ്റ ആൾക്ക് മറുപടി എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധം കൂടിയല്ലേ പ്രസ്താവന? അതിൽ സംശയമില്ല, അതിലൊരു സംശയമില്ല. മാത്രമല്ല സ്വയം ബോധ്യമില്ല എന്നുള്ള ഒരു കാര്യം കൂടി അതിലുണ്ട്. നമ്മളിപ്പോൾ ഈ മുരളീധരൻ പറഞ്ഞ നിലയിൽ മറുപടി പറയാൻ നമുക്കാർക്കും പറ്റില്ല. അത് മുരളീധരൻ്റെ കാഴ്ചപ്പാടും മുരളീധരൻ്റെ ഒരു മാനസികാവസ്ഥയും മുരളീധരൻ്റെ സാമൂഹിക കാഴ്ചപ്പാടും ഒക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ എത്രയോ കാര്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കെ മുരളീധരൻ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച്. അപ്പോൾ അത് കേരളത്തിന് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ തന്നെയാണോ സോണിയാഗാന്ധിയെ വിശേഷിപ്പിച്ച ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. സോണിയാഗാന്ധിയെ മദാമയെന്നും അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്നും വിശേഷിപ്പിച്ച കെ മുരളീധരനിൽ നിന്ന് ഇപ്പോഴത്തെ മുരളീധരനിലേക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുസമൂഹം പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. ഇത് ഗൗരവത്തോടെ കാണണം. ഇപ്പോൾ നിപ്പ രോഗമുണ്ടായതിന് ശേഷം 5-ാമത്തെ ദിവസമാണ് റെംഡെസിവിർ മെഡിസിൻ രോഗിക്ക് എത്തിച്ച് നൽകുന്നത്. ഈ മെഡിസിൻ എബോളയ്ക്ക് നൽകേണ്ടത് കൂടിയാണ്, എബോളയ്ക്കും ഉള്ള മെഡിസിനാണ്. അപ്പോൾ എബോളയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിയെന്ന് അതിൻ്റെ ഒരു 10 ദിവസം മുമ്പ് വാർത്തയുണ്ടായിരുന്നു. എല്ലാ പ്രിപ്പറേഷനും സംസ്ഥാനം സജ്ജമാണ്. അങ്ങനെയാണോ ഒരു മെഡിസിൻ ഇല്ലാതെയാണോ സജ്ജമാകുന്നത്? എന്തുകൊണ്ട് അന്ന് അത് പ്രൊക്യൂർ ചെയ്തില്ല? അതിന് സ്കേഴ്സിറ്റി ഉണ്ടെങ്കിൽ, അതിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് അത് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല? അപ്പോൾ എന്താണ് എബോളയ്ക്ക് വേണ്ടി നടത്തിയ തയ്യാറെടുപ്പ് എന്താണ്? അപ്പോൾ ഈ നിലയിൽ നിസ്സാരവൽക്കരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പാടില്ല. 1 അല്ല 100 അല്ല 1000 തവണ ഇനിയും പറയും.